തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ അവസാന കാണ്ഡമായ പക്വൻ എന്ന കാണ്ഡത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സദ്ഗുരുവായ പക്വമതിയായ ഗുരുവിനെക്കുറിച്ചും പക്വമതിയായ ശിഷ്യനെക്കുറിച്ചും തിരുമൂലദേവൻ ഇവിടെ പറയുന്നു. നമുക്ക് നോക്കാം. ഭവദുഃഖം ഉണ്ണുമ്പോഴേ പരമെന്ന ബീജത്തിനെ പൊഴിയുന്നതാരാണെന്ന് മേൽനിന്ന് നോക്കിക്കണ്ട് തന്നെ കെടുക്കും ചിന്തയെ താൻ അടക്കി ഈശൻ തന്നെ ഭജിപ്പവന് ഉൾ നൽക നീയുള്ളതെല്ലാം. അപ്പോൾ ശിഷ്യനോട് പറയണ, അല്ലയോ ശിഷ്യ, നീ എങ്ങനെയുള്ളവനായിരിക്കണം? ഭവദുഃഖമുണ്ണുമ്പോഴേ പരമെന്ന ബീജത്തിനെ പൊഴിയുന്നത് ആരാണെന്ന് മേൽ നിന്ന് നോക്കിക്കണ്ട്. ഭവദുഃഖം ജന്മദുഃഖത്തിൽപ്പെട്ട് ജീവിത ദുഃഖത്തിൽപ്പെട്ട് ആ വേദനയിൽ കഴിയുന്ന ശിഷ്യൻ പരമെന്ന ബീജത്തിനെ പൊഴിയുന്നത് ആരാണ്? ആത്മാവിനെക്കുറിച്ച്, ബോധസ്വരൂപനായ ശിവനെക്കുറിച്ച് ആരാണോ പറഞ്ഞു തരുന്നത് എന്ന് നോക്കിക്കണ്ട് തന്നെ കെടുക്കും ചിന്തയെ താൻ അടക്കി തൻ്റെ സ്വാർത്ഥ ചിന്തകളെല്ലാം അടക്കി തൻ്റെ മനസ്സിലെ കാമക്രോധ ലോഭമോഹങ്ങളാകുന്ന ചിന്തകളെയെല്ലാം അടക്കി ഈശനെ ഭജിപ്പാൻ ആരാണോ സഹായിക്കുന്നത് ആ ആളാണ് ഉത്തമ ഗുരു. അപ്പോൾ ഇവിടെ ഉത്തമ ഗുരുവിനെ പറ്റി പറയുകയാണ്. ഉത്തമ ഗുരു എങ്ങനെ ഉള്ളവനാണ്? ആ ഉത്തമ ഗുരു എപ്പോഴും ശിഷ്യനെ ഭവസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനായിരിക്കും. എപ്പോഴും പരമെന്ന ബീജത്തിനെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കും. സാക്ഷാൽ ബോധസ്വരൂപനായ ശിവനെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കും പരമഗുരു. മാത്രമല്ല തന്നെ കെടുക്കും ചിന്തയെ അടക്കാൻ സഹായിക്കുകയും ചെയ്യും. അതായത് മനസ്സിനെ കീഴ്പ്പെടുത്താൻ, മനസ്സിലെ ചിന്തകളെ ഇല്ലാതാക്കാൻ ഒരു സദ്ഗുരു എപ്പോഴും ശിഷ്യനെ സഹായിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവിന് നിൻ്റെ മനസ്സ് കൊടുക്കുക, അങ്ങനെയുള്ള ഗുരുവിന് നിൻ്റെ ഉള്ളത്തെ നൽകുക. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അതായത് ഒരു സദ്ഗുരുവും സത്ശിഷ്യനും എങ്ങനെയായിരിക്കണമെന്ന് പറയണം. ഗുരു എപ്പോഴും ശിഷ്യന് പരത്തെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം, ശിവത്തെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. പരമഗുരുവായിട്ടുള്ള ഗുരു എപ്പോഴും പരമോഷ്ടി ഗുരുവിനെ, അതായത് സാക്ഷാ ശിവ ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം ഗുരു. അതോട് മാത്രമല്ല അയാളുടെ മനസ്സിലെ, ശിഷ്യൻ്റെ മനസ്സിലെ ചിന്തകളെ മുഴുവനും ഉന്മൂലനം ചെയ്യാനും ഗുരുവിന് കഴിയണം. ഗുരുവാക്കിലൂടെ, ഗുരുവരുളിലൂടെ ശിഷ്യൻ്റെ ജീവിതത്തെ ആകെ മാറ്റത്തിന് വിധേയമാക്കാൻ ഗുരുവിന് കഴിയണം. അങ്ങനെയുള്ള ഗുരുവാണ് യഥാർത്ഥ ഗുരു. ഇതാ നോക്കൂ. കൊള്ളുകിലും നീ സദ്ഗുരുവിനെ കണ്ട് തന്നിലുള്ള പൊരുൾ ദേഹം പ്രാണനെയും അങ്ങർപ്പിച്ചിടൂ. ഈശലും ഇടവിടാതെ നീ നിരൂപിച്ചു നിന്ന് ഈശൻ്റെ സൽപദത്തെ നന്നായി അറിഞ്ഞുകൊള്ളൂ. നീ സദ്ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ എന്തു ചെയ്യണം? ദേഹവും പ്രാണനും ഗുരുവിലർപ്പിക്കണം. ഇവിടെ ഗുരു സാക്ഷാൽ ശിവൻ തന്നെയാണ്, ഗുരു സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഗുരൂപസർപ്പണം, ഗുരുവിൻ്റെ അടുത്ത് ദേഹവും പ്രാണനും സമർപ്പിക്കണം. ഗുരുവിനെ തന്നെ സാക്ഷാൽ പരബ്രഹ്മമായി കരുതണം. അത് ശിഷ്യൻ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിലൂടെ ശിഷ്യനില്ലാതാക്കുകയാണ്. പിന്നെ ഗുരു മാത്രമേ ഉള്ളൂ.
ഗുരു ശിഷ്യനെ സ്വീകരിക്കുന്നതിലൂടെ ഗുരു ഇല്ല, പിന്നെ ശിഷ്യൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരുന്നു. എന്നിട്ട് ഈശ്വരൻ്റെ സൽപാദത്തെ നന്നായി അറിഞ്ഞുകൊള്ളൂ. അങ്ങനെയുള്ള ഗുരുവിൻ്റെ സൽപാദത്തെ നീ വേണ്ട പോലെ അറിയുക. അപ്പോൾ ഗുരുവിനെ ശരിക്കും മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. എന്നിട്ട് ആ സദ്ഗുരുവിൻ്റെ മുമ്പിൽ തൻ്റെ ദേഹവും പ്രാണനും അർപ്പിച്ച് സർവസമർപ്പണം ചെയ്യുക. ഇതാണ് ഒരു ഉത്തമ ശിഷ്യൻ ചെയ്യുന്നത്. ഉത്തമ ശിഷ്യൻ ഉത്തമ ഗുരുവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുരു എപ്പോഴും ആയിരിക്കണം, പക്വത വന്ന ഗുരുവായിരിക്കണം. നമ്മുടെ ഇതിഹാസ കൃതികളും അതേപോലെ തന്നെ വേദാന്ത ശാസ്ത്ര കൃതികളും ആഗമശാസ്ത്ര കൃതികളും എല്ലാം തന്നെ ഗുരുസങ്കല്പത്തെക്കുറിച്ചിട്ട് വളരെ വളരെ വ്യക്തമായിട്ട് ശിഷ്യന് ചില ധാരണകൾ കൊടുക്കുന്നുണ്ട്. ഗുരുവിനെ സ്വീകരിക്കുന്നത് വളരെ വളരെ നിരീക്ഷിച്ചിട്ട് വേണം. ഓടിച്ചെന്ന് ഒരു ഗുരുവിനെ സ്വീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഗുരു തീർച്ചയായിട്ടും പരമഗുരുവാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ഗുരുവിൻ്റെ മുമ്പിൽ സർവാംഗം സമർപ്പിക്കാം. നമുക്ക് ഒരു പുസ്തകം നോക്കാം. അതായത് കുളാർണവ തന്ത്രം എന്ന് പറഞ്ഞൊരു തന്ത്രമുണ്ട്. കുളാർണവ തന്ത്രം, അതിൽ ഈ സദ്ഗുരു ലക്ഷണങ്ങളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് കുളാർണവ തന്ത്രത്തിലേക്ക് കിടക്കാം. കുളാർണവ തന്ത്രത്തിൽ ഈ ഗുരുസങ്കല്പത്തെ പറ്റി വിശദീകരിക്കുന്നത് ശ്രീ പി മാധവനാണ്. അതായത് 1980 ജൂണിൽ, അതെ ജൂണിൽ തന്നെ, ജൂൺ 15-ാം തീയതി പ്രഗതി എന്ന് പറഞ്ഞൊരു ത്രൈമാസികത്തിൽ ശ്രീ പി മാധവൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. കുളാർണവ തന്ത്രത്തിലെ ഗുരുസങ്കല്പത്തെ, സദ്ഗുരു ലക്ഷണത്തെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ശ്രീ മാധവജിയുടെ വാക്കുകൾ ഞാൻ വായിക്കുകയാണ്. ശിഷ്യനെ പഠിച്ചിട്ടെടുക്കുന്നത് പോലെ ഗുരുവിനെയും ശിഷ്യൻ നല്ലതുപോലെ പരീക്ഷിച്ച് വേണം സ്വീകരിക്കുവാൻ. എന്നിട്ട് കുളാർണവ തന്ത്രത്തിലെ ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഒരു സദ്ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിൽ വരാവുന്ന പാകപ്പിഴകളെപ്പറ്റി കുളാർണവ തന്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. പാകപ്പിഴകളെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ശരിയായ ആത്മീയ പന്ഥാവിലൂടെ നയിക്കുവാൻ തക്കവണ്ണം സാമർഥ്യത്തോടു കൂടി നമ്മളിൽ ശക്തിപാതം നടത്തി അനന്തര സാധനാക്രമങ്ങളെ ഉപദേശിക്കാൻ പ്രാപ്തനായ സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങളെ കുളാർണവ തന്ത്രം വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുളാർണവ തന്ത്രം ഉദ്ധരിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയുകയാണ്. ഞാൻ ആ കവിത വായിക്കുന്നില്ല. അദ്ദേഹം ആത്മസിദ്ധിയാണ്. അതായത് സിദ്ധികളെല്ലാം തന്നെ ഗുരുവിന് ആജ്ഞാനുവർത്തികളാണ്. വേദാംഗവിത്തും ശാന്തനുമാണ് അദ്ദേഹം. ഇന്ദ്രിയങ്ങളുടെ സഞ്ചാരം അദ്ദേഹത്തിന് സ്വാധീനമാണ്. അതേപോലെ കാമക്രോധാദി ഷഡ്വർഗങ്ങളെ ജയിച്ചവനാണ് ഗുരു. സൽപാത്രങ്ങളെയും അപാത്രങ്ങളെയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. ഏതൊരാളിനാണോ ശക്തിപാതം നടത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് സാരം. ബോധോദയം വരാതെ ഏതെങ്കിലും തെറ്റുകൾ പുലമ്പി മറ്റുള്ളവനെ വഴിതെറ്റിക്കുന്നവൻ്റെ സിദ്ധാന്തങ്ങളെ അതിനിശിതമായി അദ്ദേഹം വിമർശിക്കും. സ്മിതപൂർവ്വ വാക്ക് അഥവാ എന്തെങ്കിലും അദ്ദേഹം പുഞ്ചിരിയോടെ മാത്രമേ പറയുള്ളൂ. കണ്ടോ, സ്മിതപൂർവ്വ വാക്ക് അഥവാ എന്തെങ്കിലും അദ്ദേഹം പറയുകയാണെങ്കിൽ അത് പുഞ്ചിരിയോടെ മാത്രമേ പറയൂ. ശാസിത ശിഷ്യരെ ശാസിക്കുന്നവൻ
ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം പറയാണ്. ശിഷ്യശാസിത, ശിഷ്യരെ ശാസിക്കുന്നവൻ, നേർവഴിക്ക് പോകാൻ നിർബന്ധിക്കുന്നവനായിരിക്കും ഗുരു. ഗുണവും ദോഷവും മനസ്സിലാക്കുന്നവനാണ് അദ്ദേഹം. സർവാഹം അഹംഭാവ സംയുക്തോ, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഉണർന്നു കഴിഞ്ഞവനായിരിക്കും. ഈശാവാസ്യമിതം സർവം എന്ന് സാക്ഷാത്കരിച്ചവനാണ് ഗുരു. ഇങ്ങനെ പോകുന്ന ഈ വിവരണം അങ്ങനെയുള്ള ഗുരുനാഥനെ ലഭിച്ച് പരാശക്തിയെ ഉപാസിക്കുവാൻ സാധിക്കുന്ന പരമഭാഗ്യവാന് മാർഗദർശകൻ തന്നെയാണ് ഗുരു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഗുരു ശിവൻ തന്നെയാണ്. അത്തരത്തിലുള്ള ഗുരുനാഥൻ വാസ്തവത്തിൽ പരമശിവനിൽ നിന്ന് അഭിന്ന സ്വരൂപനാണ്. നേരത്തെ പറഞ്ഞ ഗുരുപാരമ്പര്യത്തിൻ്റെ അറ്റത്ത് സാക്ഷാൽ പരമശിവൻ തന്നെയാണുള്ളത്. ആ ശിവചൈതന്യം, അതായത് പരമാർത്ഥജ്ഞാന ചൈതന്യം, ബീജരൂപേണ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ ലക്ഷണ സമ്പന്നനായ സദ്ഗുരു സാക്ഷാൽ ശിവചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് പരശുരാമ കൽപ്പസൂത്രത്തിലും ഗുരുസ്മൃതിയെപ്പറ്റി പറയുന്നുണ്ട്. നമസ്തേ നാഥ ഭഗവാൻ ശിവായ ഗുരുരൂപിണേ വിദ്യാവതാര സംസിദ്ധ്യൈ സ്വീകൃതനേക വിഗ്രഹ. ഗുരുരൂപധാരിയായ സാക്ഷാൽ ശിവന് വിദ്യയെ അഥവാ പരമാർത്ഥജ്ഞാനത്തെ ലോകോപകാരാർത്ഥം താഴോട്ടിറക്കിക്കൊണ്ടുവരുവാൻ അനേകം രൂപങ്ങൾ ധരിച്ചവനാണ് ഗുരു. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ശിവൻ തന്നെയാണ് സാക്ഷാൽ ഗുരു എന്നാണ് പരശുരാമ കൽപ്പസൂത്രത്തിലും അതുപോലെ കുളാർണവ തന്ത്രത്തിലുമെല്ലാം തന്നെ വിശദീകരിക്കുന്ന ഈ സംഭവമാണ് ഇവിടെ തിരുമൂലദേവൻ വിവരിക്കുന്നത്. ദാ നോക്കൂ, സാത്വികനായി പരതത്വത്തെ തന്നിലൂന്നി അസ്തിത്വഭേദം മൂലമുണ്ടായി വരുന്ന നാനാ ജന്മഭേദങ്ങൾക്ക് അഞ്ചി തൻ ജന്മലക്ഷ്യം നേടാൻ വൈഭവമുള്ളവൻ തന്നെ ഉത്തമ ശിഷ്യൻ. ഓർക്കൂ, അപ്പോൾ ഉത്തമ ശിഷ്യനെക്കുറിച്ചിട്ടും ഉത്തമ ഗുരുവിനെക്കുറിച്ചിട്ടുമാണ് ഇവിടെ പറയുന്നത്. സാത്വികനായി പരതത്വത്തെ തന്നിലൂന്നി. എപ്പോഴും ഉത്തമ ഗുരുവും ഉത്തമ ശിഷ്യനും സാത്വികന്മാരായിരിക്കും. അവർ രണ്ടുപേരും പരതത്വത്തിൽ ഊന്നി നിൽക്കുന്നതായിരിക്കും. പിന്നെ അസ്തിത്വഭേദം മൂലമുണ്ടായി വരുന്ന നാനാ ജന്മഭേദങ്ങളെ അധിഗമിച്ചവരായിരിക്കും. ഇങ്ങനെ വൈഭവമുള്ള ഉത്തമ ഗുരു തൻ്റെ ഉത്തമ ശിഷ്യന് എല്ലാവിധ ജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുന്നു. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ തേവാരം കവികളും അതേപോലെ തന്നെ ശിവവാക്യരെ പോലുള്ള കവികളും എല്ലാം പാടുന്നത്. ഞാനതിൽ ഒന്ന് രണ്ട് പാടലുകൾ മാത്രം വായിക്കാം. പുസ്തകങ്ങൾ ചുമന്നു പോയി ചിതറ്റിടുന്നു നിങ്ങൾ, ചത്തതും പിറന്നതും ഒന്നുമേ അറിഞ്ഞിടാ നിന്നെ, അത്തരം തത്വചിന്തയാന്ന് കാണാ വല്ലുകിൽ ഉത്തമത്തിൽ ഉള്ളിലായ അമർന്ന ജ്യോതിയെ ഉണർന്ന് ഭോഗമറിഞ്ഞിടാം. പലരും പല പുസ്തകങ്ങളും ചുമന്ന് നടക്കുന്നവരാണ്. അങ്ങനെ പുസ്തകം ചുമന്ന് നടക്കുന്നവർ എല്ലാവരും ഗുരുക്കന്മാരല്ല. അവർ ചത്തും പിറന്നും വീണ്ടും വീണ്ടും ജനിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഗുരു എങ്ങനെയാണ്? ഉള്ളിലായ അമർന്ന ജ്യോതിയെ ഉണർന്നവരാണ്. യഥാർത്ഥ ഗുരു ഉള്ളിലുള്ള ശിവനെ സാക്ഷാത്കരിച്ചവനാണ് യഥാർത്ഥ ഗുരു. പിന്നെയും പറയുന്നുണ്ട്, അരുളതാൽ പിറന്നുദിച്ചു മായാരൂപമാകിയ ഇരുളിലായി നിന്ന് കലങ്ങിടും ദീനമാം മാന്തരെ കേൾക്കുവിൻ, പൊരുളതാം തപം പുനഞ്ഞ് പൊരുന്നി നോക്ക വല്ലുകിൽ മരുളെല്ലാം അഗ്നിയിൽ മറഞ്ഞു പോവും ശിവായമേ. അപ്പോൾ ഗുരു എല്ലാ ഇരുട്ടിനെയും ഇല്ലാതാക്കി പ്രകാശം പരത്തുന്നവനാണ്. അങ്ങനെ അരുൾ നൽകുന്നവനാണ് ഗുരു. അരുൾ ശിഷ്യൻ നൽകുന്നവനാണ് യഥാർത്ഥ ഗുരു. പിന്നെ അദ്ദേഹം ധർമ്മചിന്ത ചേർത്തിടും തപം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് വിശദീകരിക്കുന്നുണ്ട്.
എങ്ങനെയാണ് ഗുരു ശിഷ്യനെ ധർമ്മപാതയിലേക്ക് നയിക്കുന്നതെന്നും ശിവവാക്യർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സദ്ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും പൂർണ്ണ ഗുരു ആരാണ് എന്നതിനെക്കുറിച്ചും സമ്പൂർണ്ണ പക്വനായ ശിഷ്യൻ, പരിപക്വനായ ശിഷ്യൻ ആരാണെന്നും തിരുമൂലദേവൻ ഇവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഭാരതത്തിലുണ്ടായ എല്ലാ വേദാന്ത ആഗമശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം സദ്ഗുരുവിനെക്കുറിച്ചും സത് ശിഷ്യനെക്കുറിച്ചും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഉത്തമനായ ഗുരുവിനെ തേടണം. ഉത്തമനായ ശിഷ്യനെ മാത്രമേ ഉത്തമ ഗുരു സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ ഉത്തമ ഗുരുവും ഉത്തമ ശിഷ്യനും ചേരുമ്പോൾ അവിടെ ഗുരു ശിഷ്യനായിത്തീരുന്നു, ശിഷ്യൻ ഗുരുവായിത്തീരുന്നു. ഇതാണ് നമ്മുടെ ഭാരതീയ ഗുരു പാരമ്പര്യം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.